ഗ്രാമോത്സവം 2024 ഫുട്ബോൾ മത്സരമാണ് രാവിലെ 8 മണി മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫൈനൽ മത്സരത്തിന്റെ സമാപന സമയമാണ്. ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല. ഈ വൈകിയവേളയിൽ ഇത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ അംസ സാഹിബ്, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദീഖ് സാഹിബ്, അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരായ ഹസീന, ബാപ്പു, അനൂപ്, റിയാനത്ത്, ഫൈസൽ മുസ്തഫ, മറ്റു എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് 2ാം വാർഡ് മെമ്പർ നജില, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് 2 വാർഡ് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കണ്ണമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹസീനത്തെയും, പ്രിയപ്പെട്ട ക്ഷേമകാര്യ ചെയർപേഴ്സൺ റഹിയാനത്ത്, പ്രിയപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി സിദ്ദീഖ്, പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാരായ അനൂപ്, ബാപ്പു, പ്രിയപ്പെട്ട ഡോക്ടർ നജില അടക്കമുള്ള പ്രിയപ്പെട്ട നമ്മുടെ കോയിസം മുസ്തഫ, അതുപോലെ തന്നെ അസ്കർ അടക്കമുള്ള പ്രിയപ്പെട്ട ക്ലബ്ബ് ഭാരവാഹികൾ, ഇന്നിവിടെ കേരളോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഫുട്ബോൾ മത്സരമാണ് രാവിലെ 8 മണി മുതൽ ഇവിടെ ആരംഭിച്ചത്. നമുക്കറിയാം, എല്ലാ പ്രാവശ്യവും കേരളോത്സവത്തിന് സമയം കിട്ടുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. 11-ാം തീയതിയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഓർഡർ വരുന്നത്. 13-ാം തീയതി തന്നെ പഞ്ചായത്തിലെ മുഴുവൻ ക്ലബ്ബുകളെയും വിളിച്ചിരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും 30-ാം തീയതിക്കുള്ളിൽ തീർക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഷെഡ്യൂളുകൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങളൊക്കെ വളരെ ആശങ്കയിലായിരുന്നു, ആര് ഏറ്റെടുക്കും, എങ്ങനെ ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത് നടത്തുമെന്നുള്ള രീതിയിൽ. എന്നാൽ കണ്ണമംഗലം പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകൾ വളരെ ആവേശഭരിതമായി അവിടെ വരികയും നമ്മുടെ യുവാക്കൾക്ക് പരമാവധി അവസരം ഇത് നടക്കാതിരുന്നാൽ അതുമൂലം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർഗ എണ്ണിപ്പടിയും അതുപോലെ തന്നെ നവദർശന ചെറിയക്കാടും ഈ വലിയ ഒരു ദൗത്യം വളരെ സധൈര്യം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. വളരെ ഭംഗിയായി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഭംഗിയായി അത് നടത്താൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, 2 ക്ലബിനും ഒരുപാട് ക്ലബ് അംഗങ്ങളുള്ള, ഒരു രൂപ പോലും മറ്റു രീതിയിൽ മോഹിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല ഒരു ടീം വർക്കുള്ള ക്ലബ്ബുകളായതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനെ ഒരു മത്സരങ്ങൾ ഏറ്റെടുക്കാൻ സാധിച്ചതും. ഏതായാലും അവർ വളരെ ഭംഗിയായി ഇവിടെ മത്സരങ്ങളൊക്കെ നടത്തി. എന്നാലും നമുക്ക് തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നാലും ഒരുപാട് സമയം കിട്ടുകയായിരുന്നെങ്കിൽ, ഏകദേശം 1 മാസമെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് ക്ലബ്ബുകൾക്ക് ഇനിയും ഇവിടെ മത്സരിക്കാൻ അവസരം ലഭിക്കുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അറിയിക്കുന്ന ആളുകളെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത പ്രാവശ്യമെങ്കിലും ഇപ്പോഴുണ്ടായ ഈ ഒരു പ്രശ്നം വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഇന്നും ഞാനിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിൻ്റെ മീറ്റിങ്ങിൽ നിന്നാണ് വരുന്നത്. ഈ കാര്യം നമ്മൾ അവിടെ സൂചിപ്പിക്കുകയും എല്ലാ പഞ്ചായത്തും ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കിട്ടിയ സമയത്തിനുള്ളിൽ വളരെ ഭംഗിയായി നടത്താൻ നമ്മുടെ പ്രിയപ്പെട്ട ക്ലബ്ബ് അംഗങ്ങൾക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് അവരെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. തുടർന്നും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള യുവാക്കളുടെ, യുവതികളുടെ അവർക്കുള്ള കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ നമ്മൾ 18 വയസ്സിന് കീബോർഡുള്ള കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് ഒരു KPL എന്ന പേരിട്ടുകൊണ്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ടും പിന്തുണയും ഉണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായി സമയമെടുത്തുകൊണ്ട് എല്ലാവരെയും പരിഗണിക്കുന്ന രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കും. അതിന് സാധിക്കണം. അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഞാൻ സന്ദർഭമായി സൂചിപ്പിക്കുകയാണ്. ഏതായാലും
മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഒരുപാട് സമയമായി. രാവിലെ 8 മണിക്ക് വന്ന ആളുകളാണ്. നമുക്കറിയാലോ, ഈ വണ്ടി മത്സരമായത് കൊണ്ട് തന്നെ അവരൊക്കെ ഭക്ഷണം കഴിക്കാതെയൊക്കെ കളിച്ച ഒരുപാട് പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. ഏതായാലും ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല. വളരെ ഭംഗിയായി നല്ല രീതിയിൽ നടത്തിയ ഇതിൻ്റെ ഓരോ ക്ലബ്ബ് ഭാരവാഹികളെയും, പ്രത്യേകിച്ച് അസ്കറിനെ പോലെയുള്ള, പ്രത്യേകിച്ച് റഫീഖിനെ പോലെയുള്ള മറ്റ് എല്ലാ ക്ലബ്ബ് അംഗങ്ങളെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അർപ്പിക്കുകയാണ്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ ക്ലബ്ബ് ഭാരവാഹികളെ വളരെ സന്തോഷമുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് രജിസ്ട്രേഷന് പോലും സമയം കിട്ടാനിട്ടും ഇത്രയും നല്ല രീതിയിൽ പഞ്ചായത്തിൽ വന്ന് ഓരോ പരിപാടികളും ഏറ്റെടുത്ത ക്ലബ്ബ് ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കാളികളായ എല്ലാ സഹപ്രവർത്തകരെയും എല്ലാ കൂട്ടുകാരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദീഖ് സാർ. പ്രിയനിറഞ്ഞ ഫുട്ബോൾ പ്രേമികളെ, നമ്മുടെ കണ്ടമാനം ഗ്രാമപഞ്ചായത്തിൻ്റെ 2024 കേരളോത്സവം, അതിൻ്റെ ഒരു ഫുട്ബോൾ മാമാങ്കമാണ് ഇവിടെ നടന്നത്. നമുക്കൊക്കെ അറിയാം, നിങ്ങളുടെയൊക്കെ പരിപൂർണമായ സഹകരണത്തോടെ വളരെ ഭംഗിയായി നിർവഹിക്കാൻ നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിലെ യുവാക്കൾക്ക് വേണ്ടി നല്ലൊരു ഗ്രൗണ്ട് ഫോം ചെയ്യാൻ നമ്മുടെ ഈ കാലത്ത് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ഏതായാലും തുടർന്ന് ഇവിടുന്ന് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ കണ്ണമംഗലം പഞ്ചായത്ത് ലീഗ് എന്ന ഒരു ടൂർണമെന്റ് അതുപോലെ തന്നെ സംഘടിപ്പിക്കാൻ നിങ്ങളുടെയൊക്കെ സമ്പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു നിർത്തുന്നു. അടുത്തായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സയ്യിദ് റഹിയാൻ അതറൂഷ്. പ്രിയമുള്ളവരെ, സമയം അതിക്രമിച്ചിട്ടുണ്ടെന്ന് അറിയാം. എങ്കിലും ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തിയ ക്ലബ്ബുകളെ അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരെ ഇന്ന് പ്രശംസിക്കാതെ വയ്യ. നമുക്ക് രാവിലെ തൊട്ട് ഈ സമയം വരെ ഊണും വിശ്രമവും ഇല്ലാതെ നമ്മുടെ പഞ്ചായത്തിൻ്റെ യുവാക്കൾക്ക് വേണ്ടി പരിശ്രമിച്ച ഇവരോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിൽ വനിതകളുടെ ഫുട്ബോൾ കൂടി പങ്കെടുപ്പിച്ച് മത്സരമായ ഇനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരു പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. എന്നാലും നിങ്ങൾ ക്ലബ്ബുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് അടുത്ത പ്രാവശ്യം നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നടത്തിക്കും. വാർഡ് മെമ്പർ അനൂപ്. കേരളോത്സവം 2024 വോളിബോൾ മത്സരത്തിലെ റണ്ണേഴ്സ് ട്രോഫിയാണ് ആദ്യം വിതരണം ചെയ്യുന്നത്. റണ്ണേഴ്സ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വോളിബോൾ കൂട്ടായ്മ ക്യാപ്റ്റൻ മുജീബിനെയും ടീമിനെയും ക്ഷണിച്ചു നൽകുന്നതിന് വേണ്ടി കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയ പ്രസിഡന്റ് UA അംസ സാഹിബിനെയും സിദ്ദീഖ് സാഹിബിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. അതിനോടാ ഇങ്ങോട്ട് അത് നൽകുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ അനൂപിനെ ക്ഷണിച്ചു. അല്ല ഞാൻ മതി പബ്ലിസിറ്റി അധികാരം ഇവിടെ ഷട്ടിൽ ബാഡ്മിന്റൺ ഡബിൾസ് വിന്നർ ഷർഫുദ്ദീൻ ബിനോയ്. അത് നൽകുന്നതിനായി വാർഡ് മെമ്പർ ബാപ്പുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
സിംഗിൾസ് വിന്നർ ഷബീർ. ഇത് നൽകുന്നതിനായി വാർഡ് മെമ്പർ നിജിലെ ക്ഷണിച്ചുകൊള്ളുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി ഷബീറിനെ. ഷട്ടിൽ ഡബിൾസ് റണ്ണേഴ്സ് രഘുനാഥ് ഷബീർ. അത് നൽകുന്നതിന് വേണ്ടി റയ്യാൻ മെമ്പറേയും റേഖ മെമ്പറെ ക്ഷണിച്ചുകൊള്ളുന്നു. രാവിലെ മുതൽ നടന്ന ഫുട്ബോൾ മത്സരത്തിലെ ബെസ്റ്റ് പ്ലേയേഴ്സിനുള്ള ട്രോഫികളാണ് സമ്മാനിക്കുന്നത്. സജിനേഷ്, ഇൻസ്റ്റാ വട്ടപ്പുഴയുടെ സജിനേഷ്, ഫൈനലിലെ ബെസ്റ്റ് പ്ലെയർ അപ്പൂസ് കിങ് സ്റ്റാർ വട്ടപ്പണ്ട. അത് രാവിലെ നടന്ന കളികളുടെ ബെസ്റ്റ് പ്ലേയേഴ്സിനുള്ള ട്രോഫികളാണ് നൽകുന്നത്. ഗാലക്സി പറപ്പറമ്പ് നൌഷാദ് ഗോൾ കീപ്പർ, കിങ് സ്റ്റാർ വട്ടപ്പന്തയുടെ ഷിംജിത്ത്. അടുത്ത പഞ്ചായത്ത് മെമ്പർ അസിഫ് അടുത്ത വണ്ടകൾക്ക് മത്സരിക്കുന്ന അസിഫ് പ്രതിമകൾ കൊടുക്കുന്നത്. ഉണക്കൊരു മാമാട്ടുകാരെ സാലി ബാപ്പു അതിനു വേണ്ടി ബാപ്പുവിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഒരുപാട് നാളെ ജാഫർ നടക്കൂല. ഇല്ല ആ ഒഴിവാക്കികളെ. ടീം നടക്കാത്തിറങ്ങുമ്പോൾ നിഷാൻ അദ്ദേഹത്തിന് വേണ്ടി യജമാൻ നവദർശന ശരക്കാരൻ സുഖം നവദർശന സച്ചിൻ തെണ്ടുൽക്കർ അവിടെ ഏൽപ്പിച്ചാൽ ക്രിസ്റ്റാർ വട്ടപ്പന്തയുടെ സിദ്ധിത്തിന് വർത്തമാനാണ് അത് നൽകുന്നതിനെ കോൺഫിഡൻസ് നൽകുന്നു. വാനിക്കാണ് കൊടുക്കണ്ടേ.
ബാഡ്മിന്റൺ ഡബിൾസ് വിന്നേഴ്സ് ഷറഫുദ്ദീൻ ബിനോയ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് സാഹിബ് നൽകുന്നതാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഷർഫീനെയും ആദരവ് ക്ഷണിക്കുന്നു. അടുത്ത നൽകുന്നതിന് വേണ്ടി റയ്യാൻ നമ്പറെ ക്ഷണിച്ചു കൊടുക്കാം. കണ്ടറിഞ്ഞു എത്തൂല. കാണൂല. നിങ്ങളെ ക്യാമറ മുമ്പ് നോക്കിയോളെ. വിന്നേഴ്സ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കിങ് സ്റ്റാർ വട്ടപ്പുള്ളിയുടെ ടീം അംഗങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കട്ടെ. അത് നൽകുന്നതിന് വേണ്ടി കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് അതിനുള്ള പ്രസിഡന്റ് അംസ സാഹിബിനെ ക്ഷണിക്കുക.
ടൂറിസ്റ്റ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ടീം സ്റ്റാർ വട്ടപ്പന്തിയുടെ ടീമംഗങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. അത് നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ. അംസ സാഹിബിനെ ആദരവ് ക്ഷണിക്കുന്നു.